അനുരഞ്ജന നീക്കങ്ങളും ഒക്കെ പലതവണ ഉണ്ടായി. ഈ നേതാക്കൾ തന്നെ ഈ പാർട്ടി ഈ സഭാ ആസ്ഥാനങ്ങളിലെത്തി ഈ പുരോഹിതരെയും സഭാ മേലധ്യക്ഷന്മാരെ കാണുകയും ചെയ്തു. പക്ഷെ അതിന്റെ ഒന്നും ഫലം അവർക്കുണ്ടായില്ല. കാരണം നമുക്ക് ഡാനിലേക്ക് വിശദമായി വരാം. അഡ്വക്കേറ്റ് ജയശങ്കർ നമുക്കൊപ്പം ചേരുകയാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ, കെ മുരളീധരൻ ഇങ്ങനെ ആവർത്തിക്കുകയാണ് തൃശ്ശൂരിൽ ക്രോസ് വോട്ട് നടന്നു എന്ന കാര്യം. അദ്ദേഹത്തിന്റെ ഒരു കോൺഫിഡൻസ് കുറവ് കൊണ്ടാണോ അദ്ദേഹം ഈ ആരോപണം ഉന്നയിക്കുന്നതിന് പിന്നിൽ, അതോ അദ്ദേഹത്തിന്റെ ഒരു ആത്മവിശ്വാസം കൂടുതലായതുകൊണ്ടാണോ ഇങ്ങനെ നിലപാടെടുക്കുന്നത്? ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. സിപിഎമ്മിനോട് പല കാര്യങ്ങളിലും വിയോജിപ്പുള്ള ആളാണ്. പക്ഷേ അതിനുള്ള സാധ്യത വളരെ വളരെ വിദൂരമാണ്. മാത്രവുമല്ല, CPI സ്ഥാനാർത്ഥി സഖാവ് സുനിൽ കുമാർ തൃശ്ശൂർ നല്ല സ്വീകാര്യതയുള്ള ആളാണ്. അദ്ദേഹത്തിന് നല്ല ജയസാധ്യത ആദ്യം മുതലേ കൽപ്പിക്കപ്പെടുന്നു. CPIയിൽ മത്സരിക്കാൻ വേറെ ആളുകളില്ലാത്തതുകൊണ്ടല്ല, സുനിൽ കുമാറിനെ തന്നെ രംഗത്തിറക്കിയത്. അദ്ദേഹമാണ് ഏറ്റവും ജനകീയനായിട്ടുള്ള നേതാവ്. തൃശ്ശൂര് വ്യക്തിപരമായിട്ട് ധാരാളം വോട്ടുകൾ ആകർഷിക്കാൻ കഴിവുള്ള ആളാണ്. പാർട്ടി സാമാന്യത്തിലും ശക്തമായിട്ടുള്ള സ്ഥലമാണ്. CPMന്റെ സഹകരണവും സുനിൽ കുമാർ ആണെങ്കിൽ കൂടുതലായിട്ട് ലഭിക്കും എന്നുള്ളതുകൊണ്ടുണ്ട്. അപ്പൊ ഏത് നിലയ്ക്ക് LDFന് ഫീൽഡ് ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല കാൻഡിഡേറ്റ് ആയിരുന്നു സുനിൽ കുമാർ, യാതൊരു സംശയമില്ല. അദ്ദേഹം ആദ്യം മുതലേ വളരെ ഊർജ്ജസ്വലമായിട്ട് അവിടെ പ്രചരണം നടത്തുകയാണ്. മുരളീധരന്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞാണ്, അദ്ദേഹത്തിന് വടകരയായിരുന്നു നല്ലത്. വടകരയിൽ നിന്നെങ്കിൽ അദ്ദേഹം നിസ്സംശയം വിജയിക്കുകയും ചെയ്യുവാൻ കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് അദ്ദേഹം വലിയ സൗഹൃദ വലയം ആ മണ്ഡലത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ അദ്ദേഹത്തിന് കോഴിക്കോട് വടകരയൊക്കെ സുപരിചിതമായിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ കോൺഗ്രസ് ലീഡർഷിപ്പ് മറ്റു പല കാരണങ്ങളും മുൻനിർത്തിച്ചു മുരളീധരനെ തൃശ്ശൂർക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. അത് വന്ന സമയത്ത് തന്നെ മുരളീധരൻ പ്രചരണത്തിൽ വളരെ പിന്നിലാണ്. അപ്പോഴേക്കും സുരേഷ് ഗോപിയും സുനിൽ കുമാറും വളരെയധികം മുന്നേറി. പിന്നെ അതിൻ്റെ അകത്ത് ഒരു സാധ്യത ഉണ്ടായിരുന്നത്, ആ സാധ്യതയില്ല. ആ സാധ്യത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്കും അടഞ്ഞു കഴിഞ്ഞിരുന്നു എന്നാണ് എന്റെ വിശ്വാസം. അതായത് വളരെ ക്ലോസ് ഫൈറ്റ് സുരേഷ് ഗോപിയും സുനിൽ കുമാറും തമ്മിൽ നടക്കുകയാണെങ്കിൽ ആ മണ്ഡലത്തിലുള്ള ഏതാണ്ട് 14-18% മുസ്ലിം വോട്ടുകൾ, അതിൽ ബഹുഭൂരിപക്ഷവും അന്യത UDFന് കിട്ടുന്നതാണ്. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമി, SDPI UDFന് കെ മുരളീധരന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ള സാഹചര്യത്തിൽ. പക്ഷെ ആ വോട്ടിലെ ഗണ്യമായൊരു ഭാഗം ഏറെക്കുറെ പൂർണ്ണമായിട്ട് തന്നെ LDF സ്ഥാനാർത്ഥിയിലേക്ക് പോവുകയും അതിന്റെ ഫലമായിട്ട് സുനിൽ കുമാർ ജയിക്കുകയും ചെയ്യാനുള്ള സാധ്യത. അതായിരുന്നു തൃശ്ശൂർ ഉണ്ടായിരുന്ന ഒരു സാധ്യത. സുനിൽ കുമാറിന് വിപരീതമായിട്ടുണ്ടായിരുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കരുവന്നൂർ സഹകരണ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട തട്ടിപ്പാണ്. അതിൽ CPM നേതാക്കൾ വഹിച്ച പങ്കാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു വിപ്രതിപത്തി LDFനോട് ഉണ്ടാകാൻ സാധ്യത. പക്ഷെ അവിടെ സുനിലിനൊരു മേന്മ ഉണ്ടായിരുന്നു, ഈ തട്ടിപ്പുമായിട്ട് അദ്ദേഹത്തിന് ഒരു ബന്ധമില്ല എന്ന്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ക്രോസ് വോട്ട് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട അനിഷ്ട സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മുരളീധരന് കുറച്ചുകൂടി ജയസാധ്യത വർദ്ധിച്ചു. അദ്ദേഹം ഒരുപക്ഷെ ജയിച്ചു പോയേക്കും എന്നാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായിരുന്ന ധാരണ. തൃശ്ശൂരിന് കിട്ടിയ റിപ്പോർട്ടുകളൊക്കെ ഏതാണ്ട് അരികിൽ തന്നെയായിരുന്നു. മുസ്ലിം വോട്ടുകൾ ഏറെക്കുറെ പൂർണ്ണമായിട്ടും മുരളിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നാട്ടിക, വലപ്പാട്, ചാവക്കാട്, ഗുരുവായൂർ പ്രദേശത്ത്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത്. പക്ഷെ ഇദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഹിന്ദു വോട്ടുകളുടെ വലിയ കേന്ദ്രീകരണം സുരേഷ് ഗോപിയിലേക്ക് ഉണ്ടായിട്ടുണ്ട്. അതെ, എന്ന് മാത്രമല്ല നാട്ടികയിൽ തനിക്ക് ഭൂരിപക്ഷം കിട്ടില്ല എന്ന കാര്യം മുരളീധരൻ തന്നെ പറയുകയാണ്. അതെ, നാട്ടികയിൽ അദ്ദേഹത്തിന് ഈ മുസ്ലിം വോട്ടുകളുടെ കേന്ദ്രീകരണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ മേൽക്കൈ കിട്ടുന്നതാണ്. നാട്ടിക സുനിൽ കുമാറിന്റെ പ്രദേശമാണ്, അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ അന്തിക്കാട് അടങ്ങുന്ന പ്രദേശമാണ്. നാട്ടികയിൽ സുരേഷ് ഗോപി മുന്നിട്ട് നിൽക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സുരേഷ് ഗോപി തൃശ്ശൂർ എടുക്കും എന്ന് തന്നെയാണ്. എനിക്കറിയില്ല, ഞാനിപ്പോ വോട്ടെണ്ണക്ക് ഒരു പ്രവചനം നടത്തുന്നത് ശരിയല്ല. മുരളീധരൻ പരാജയം സംശയിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാനായിട്ട്. പിന്നെ മുരളീധരൻ പൊതുവെ കാര്യങ്ങൾ തുറന്നടിച്ച് പറയുന്ന സ്വഭാവക്കാരനാണ്. മറ്റാളുകളാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ മുരളീധരൻ തുറന്നടിച്ച് പറയും. ഇതൊക്കെ കഴിഞ്ഞാൽ മുരളീധരൻ തോറ്റോളും എന്ന് യാതൊരു നിർബന്ധവും. കാരണം ആളുകൾ എങ്ങനെ വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ എന്നുള്ളത് കൊണ്ട്. അപ്പൊ അങ്ങനെ ഒന്നും വിചാരിക്കുന്നതിൽ കാര്യമില്ല. ആരും വിചാരിക്കാത്ത കേന്ദ്രങ്ങളിൽ നിന്നായിരിക്കും വോട്ട് കിട്ടാൻ പോകുന്നത്. ഈ വടകരയിൽ മുരളീധരൻ മത്സരിച്ചപ്പോൾ അദ്ദേഹം എങ്ങനെ ജയിച്ചത് അദ്ദേഹത്തിന് അറിയില്ലെങ്കിൽ ഞാൻ പറയാം. അദ്ദേഹത്തിന് കിട്ടിയത് CPMകാരുടെ വോട്ടാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരുടെ വോട്ടാണ്, സോഷ്യലിസ്റ്റുകളുടെ വോട്ടാണ്. അല്ലാതെ കോൺഗ്രസുകാരുടെ വോട്ട് കൊണ്ട് മുരളീധരൻ വടകരയിൽ ജയിക്കും, സുധാകരൻ കണ്ണൂർ ജയിക്കും, ഉണ്ണിത്താൻ കാസർഗോഡ് ജയിക്കും? ഒരിക്കലും ജയിക്കില്ല. അവരൊക്കെ ജയിപ്പിച്ചത് CPMകാരും ഇടതുപക്ഷക്കാരും ക്രോസ് വോട്ട് ചെയ്തിട്ടാണ്. അപ്പൊ ഏത് തെരഞ്ഞെടുപ്പിലും അങ്ങനെയൊക്കെ ഉണ്ടാകും. അതിപ്പോ തൃശ്ശൂരും ഉണ്ടായി കാണും എന്നെനിക്ക് തോന്നുന്നു. അതിന്റെ അർത്ഥം മുരളീധരൻ തോക്കുന്നല്ല. ഏതായാലും മുരളീധരൻ അങ്ങനെ മനസ്സിടിയേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
ഈ സഹോദരിയുടെ രാഷ്ട്രീയ മാറ്റം വലിയ വില കൊടുക്കേണ്ടി വരുമോ മുരളീധരൻ എന്നൊരു സംശയമുണ്ടായിരുന്നു. പക്ഷേ മുരളീധരൻ തൻ്റെ സ്വതസിദ്ധമായ പ്രസ്താവനയിലൂടെയും നിലപാടിലൂടെയൊക്കെ അതിനെ മറികടക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇന്നലെ അദ്ദേഹം ഞങ്ങളോട് സംസാരിക്കുമ്പോഴും പത്മജിയുമായി തനിക്ക് ഒരു ബന്ധവുമില്ല, കെ കരുണാകരൻ്റെ കുടുംബത്തിൽ കുടുംബ ബന്ധത്തേക്കാൾ വലുതാണ് രാഷ്ട്രീയം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞതിനെ അങ്ങ് സമർത്ഥമായി കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതിനിടയിലും മുരളി മുന്നോട്ട് വയ്ക്കുന്നത് സംസ്ഥാന കോൺഗ്രസിലെ തൻ്റെ ഭാവി എന്താവണമെന്ന ചില കരുതൽ കൂടി അദ്ദേഹത്തിനുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പരാജയമോ മറ്റോ സംഭവിച്ചാൽ കോൺഗ്രസിൻ്റെ ഒരു കീ റോളിലേക്ക് താൻ കടന്നു വരണം എന്നൊരു കരുതൽ കൂടി അദ്ദേഹം നടത്തിയെന്ന് തോന്നുന്നു. കാരണം പുനഃസംഘടന പോലെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അല്ല, അതിൽ വേറൊരു കാര്യമുണ്ട്. സത്യം പറഞ്ഞാൽ ഈ കെ മുരളീധരൻ വളരെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു നേതാവാണ്. അത് നമുക്ക് ആർക്കും നിഷേധിക്കാൻ പറ്റിയില്ല. അദ്ദേഹം ഇടക്കാലത്ത് ചില കൈവിട്ട കളികളൊക്കെ നടത്തി കുറച്ച് കുഴപ്പത്തിലായി എന്നുള്ള സത്യമാണ്. അതിനുശേഷം രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൽ തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം വട്ടിയൂർക്കാവ് അത്ര എളുപ്പമുള്ള മണ്ഡലമൊന്നുമല്ല, അവിടെ നിന്ന് ജയിച്ചു, രണ്ടാമത് ജയിച്ചു. മൂന്നാമത് വലിയ റിസ്ക് എടുത്ത് വടകരയിൽ പോയി മത്സരിച്ച് അവിടെ ജയിച്ചു. വടകരയിൽ MP ആയിരിക്കുമ്പോൾ തന്നെ നേമത്ത് വന്ന് കുമ്മനം രാജശേഖരൻ തോപ്പിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു. ഇങ്ങനെയൊക്കെ വളരെ സാഹസികമായ പല ഇടപെടലുകളും നടത്തിയിട്ടുള്ള ആളാണ്. സ്വന്തമായിട്ട് 10 വോട്ട് പിടിക്കാൻ കഴിവുള്ള ഒരു കോൺഗ്രസ് നേതാവാണ് അദ്ദേഹം. തൃശ്ശൂർ ജയിച്ചാലും തോറ്റാലും കെ മുരളീധരൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെറിയ ഒരാളല്ല. അദ്ദേഹത്തെ അത്ര എളുപ്പത്തിലൊന്നും ഒതുക്കാനും പറ്റുകയില്ല. അത് ഒരു സത്യമാണ്. കെ മുരളീധരനെ അങ്ങനെ എഴുതി തള്ളാനൊന്നും ആർക്കും സാധിക്കില്ല. ഈ കോൺഗ്രസിന്റെ നേതൃതലത്തിൽ ഒരു ചെറിയ ആശയക്കുഴപ്പം ഇപ്പോഴും നിൽക്കുന്നത് കെ സുധാകരൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരിച്ചു വരുമോ എന്നതാണ്. ഇന്നിപ്പം തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള KPCCയുടെ അവലോകന യോഗം ചേരുകയാണ്. ഇന്നൊരു പക്ഷേ അതിലൊരു വ്യക്തത ഉണ്ടായേക്കാം. ഒരു പക്ഷേ സുധാകരനപ്പുറം, സുധാകരന് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നേരത്തെ മുരളീധരൻ പരസ്യമായി ഉന്നയിച്ചിട്ടുമുള്ളതാണ്. സുധാകരനൊക്കെ അപ്പുറത്തേക്ക് KPCC അധ്യക്ഷ സ്ഥാനം എന്നൊരു വലിയ സാധ്യത കെ മുരളീധരൻ എന്ന രാഷ്ട്രീയ നേതാവിനെ കാത്തിരിക്കുന്നുണ്ട് എന്ന് ഒരു നിരീക്ഷണം നമുക്ക് അങ്ങനെ നടത്താൻ കഴിയുമോ? അല്ല, കെ മുരളീധരൻ എത്രയോ കൊല്ലം മുമ്പ് KPCC പ്രസിഡന്റ് ആയ ആളാണ്. 2001 ആണ്ടിൽ അദ്ദേഹം KPCC പ്രസിഡന്റ് ആയ ആളാണ്. അദ്ദേഹം ഇത്ര കൊല്ലത്തിന് ശേഷം ഇനി 2024 വീണ്ടും KPCC പ്രസിഡന്റ് ആകാൻ ആഗ്രഹിക്കുന്നു എന്നെനിക്ക് തോന്നുന്നില്ല. അതിന്റെ സാധ്യത കുറവാണ്. കെ മുരളീധരൻ തീർച്ചയായിട്ടും കേരളത്തിലെ ഏറ്റവും ശക്തനായ കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ്. കേരളത്തിലെ കോൺഗ്രസിലെ ഏറ്റവും ശക്തരായ 1, 2, 3 നേതാക്കളുടെ പേരെടുത്താൽ അതിൽ മുരളീധരന്റെ പേര് തീർച്ചയായിട്ടും ഉൾപ്പെടുത്തേണ്ടി വരും. പക്ഷേ ഒരു കാര്യമുള്ളത്, കേരളത്തിലെ പ്രധാനപ്പെട്ട ഗ്രൂപ്പ് മാനേജർമാർക്ക് ആർക്കും അദ്ദേഹത്തിന് ഇഷ്ടമല്ല എന്നുള്ളതാണ്. അതൊരു യാഥാർത്ഥ്യമായിട്ട് നിലനിൽക്കുന്നു. ഇതൊക്കെ പല ക്ലിക്കുകളുടെ, പല അവസരവാദ ഗ്രൂപ്പുകളുടെ കൈവശത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടുള്ള അദ്ദേഹത്തിന് വടകരയിൽ നിന്ന് തൃശ്ശൂർക്ക് വരേണ്ടത്. അല്ല, ഈ ഗ്രൂപ്പ്, പഴയ തരത്തിലുള്ള ഗ്രൂപ്പ് സംവിധാനം ഇപ്പോഴുണ്ടോ? ഈ സതീശനെ എല്ലാവരും അങ്ങ് സ്വീകരിക്കുകയാണ്. സതീശന് പ്രവർത്തനത്തിൽ ഒരു പ്രശ്നവും മുരളീധരൻ അടക്കം ഉന്നയിക്കുന്നില്ല. അല്ല, ഒരു പാർലമെന്ററിയൻ എന്ന രീതിയിൽ സതീശൻ അദ്വിതീയനാണ്. അത് മുരളീധരനോ അല്ലെങ്കിൽ മറ്റാർക്കോ അവകാശപ്പെടാൻ പറ്റില്ല. ഈ നിയമസഭാ നടപടികൾ, അതിന്റെ ചട്ടങ്ങൾ, കീഴ്വഴക്കങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ച, നിയമസഭയിൽ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അവതരിപ്പിക്കാൻ കഴിവുള്ള ആളാണ് മുരളീധരൻ. ചെന്നിത്തലയുടെ നേതൃത്വത്തെ നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് മറ്റ് പല സ്ഥാപിത താല്പര്യക്കാരും ചില ക്ലിക്കുകളൊക്കെയാണ് ഈ കോൺഗ്രസ് പാർട്ടിയെ കൊണ്ടുനടക്കുന്നത്. അതുകൊണ്ടും കൂടിയാണ് ഈ കോൺഗ്രസ് പാർട്ടി സംസ്ഥാനത്ത് ക്ലച്ച് പിടിക്കാത്തത്. ഇപ്പൊ കേരളത്തിൽ UDF 19-20 സീറ്റുകൾ ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോഴും അത് UDFന്റെ മേന്മ കൊണ്ടോ കോൺഗ്രസിന്റെ ശക്തി കൊണ്ടോ ഒന്നുമല്ല. നേരെ മറിച്ച് ഇടതുപക്ഷത്തോട് ജനങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വലിയ വിപ്രതിപത്തി, വിയോജിപ്പ്, അവരുടെ ഭരണത്തോടുള്ള അതൃപ്തി, അതുകൊണ്ട് ജയിക്കുന്നതാണ്. പക്ഷെ ഇവിടെ സംഭവിക്കാൻ പോകുന്ന വെച്ചാൽ ജൂൺ 4 തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് വലിയ വിജയത്തിന് പുറകെ അതിഭയങ്കരമായ ആശയക്കുഴപ്പത്തിലേക്കും സംഘർഷത്തിലേക്കും മൂപ്പളമ തർക്കത്തിലേക്കും കാലുവാരലിലേക്കും കുതികാൽവെട്ടിലേക്കും ഒക്കെ പോകും. കാരണം എന്താ വെച്ചാൽ 2026 തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കണം മുഖ്യമന്ത്രി എന്ന ആ വിഷയം അപ്പോഴത്തേക്ക് സജീവവും. അതുകൊണ്ട് അപ്പൊ കോൺഗ്രസിന്റെ വിജയത്തിൽ തന്നെ അതിന്റെ പരാജയത്തിന്റെ വിത്തുകൾ കൂടി അടങ്ങിയിരിക്കും എന്നുള്ളതാണ് രാഷ്ട്രീയ വിദ്യാർത്ഥികൾ, ഈ ഗ്രൂപ്പ് വഴക്കിൽ താല്പര്യമില്ലാത്ത ആളുകൾക്ക് മനസ്സിലാക്കേണ്ട പാഠം. എന്തായാലും വളരെ നന്ദി പ്രതികരിച്ചതിന് അഡ്വക്കേറ്റ് ജയശങ്കർ. മുരളീധരൻ പറയുന്നത് എന്താ അതിന്റെ രാഷ്ട്രീയം, അതാണ് നമ്മൾ പരിശോധിച്ചത്. ഡാൻ തുടരുന്നു.